സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തിലാണുള്ളത്. കാരണം ഇന്ന് ചില സ്ഥലങ്ങളിൽ വളരെ ആകർഷണ ഉളവാക്കുന്ന ചില സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് കർണാടകയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പ്രധാനമായും കവർ ചെയ്യുന്നത്. നോർത്ത് കർണാടക, അവിടെ ഹംപി, പട്ടടക്കൽ, ബീജാപ്പൂർ, ബദാമി അങ്ങനെയുള്ള ചരിത്രമുറങ്ങുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പ്രധാനമായും പോകുന്നത്. ഈ യാത്ര ഈ ബസ്, അതായത് എല്ലാ സൗകര്യമുള്ള AC വോൾവോ ബസ്സാണ്. തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് ബസ് ഇപ്പോൾ വടകര എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വടകരയിൽ നിന്നും ഏതാണ്ട് 750 കിലോമീറ്റർ ആണ് ബീജാപ്പൂരിലേക്കുള്ളത് അല്ലേ? അതായത് ടൂറോൺ ടയർ നിരവധി തവണ വളരെ വിജയകരമായിട്ട് യാത്ര ടൂർ പാക്കേജ് നടത്തിയ ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ മാത്രമല്ല ഇത് ഈ സ്ഥലങ്ങൾ മാത്രമല്ല, നിരവധി സ്ഥലങ്ങളിൽ ടൂറോൺ ടയർ യാത്ര പാക്കേജുകളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മാനേജർ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ സ്വപ്നേഷ് സാർ നമ്മുടെ കൂടെയുണ്ട്. ഈ യാത്രയെക്കുറിച്ചുള്ള മറ്റുള്ള ചില സുപ്രധാനമായ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരു 4 ദിവസത്തെ യാത്ര പുറപ്പെടുകയാണ്. നോർത്ത് കർണാടകയുമായി ബന്ധപ്പെട്ട് ബീജാപ്പൂർ, ഹംപി, ഐഹോളെ, പട്ടടക്കൽ, ബദാമി തുടങ്ങിയ സ്ഥലങ്ങളാണ് സന്ദർശിക്കുന്നത്. ഓരോ യാത്രകളും ഓരോ അനുഭവമാണ്. അപ്പോൾ ഈ 4 ദിവസത്തെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് നമ്മുടെ സജീവേട്ടൻ പ്രിയ സുഹൃത്തുക്കളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് എൻ്റെ. എല്ലാ ട്രിപ്പും എൻജോയ് ആണ്. അപ്പോൾ സുഹൃത്തുക്കൾ, ഈ ഒരു 3 ട്രിപ്പ് 300ലേക്ക് കടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു യാത്ര ആരംഭിക്കുകയാണ്. എൻ്റെ പേര് സ്വരൂപ്, എൻ്റെ വൈഫാണ് കൂടെ ഉള്ളത്. ഞങ്ങൾ ടൂർസോൺ ടയർസിൻ്റെ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ വർഷം പോയായിരുന്നു. നല്ല അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നോർത്ത് കർണാടകയിലെ ബിജാപ്പൂർ, ഹംപി ട്രിപ്പിന് ഈ ടൂർസോൺ ടയർസിനെ സെലക്ട് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ രമ്യ മാഡം നമ്മോടൊപ്പം ചേരുന്നു. നമ്മളെപ്പോഴും ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യങ്ങളാണ് ബീജാപ്പൂർ, ഹംപി, ഐഹോള, പട്ടടക്കൽ. അപ്പം അതൊക്കെ നമ്മുടെ ഒന്ന് നേരിട്ട് പോയി കണ്ട് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷം. നമ്മൾ വടകരയിൽ നിന്നും യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കർണാടകയിലെ ചരിത്രമുറങ്ങുന്ന നിരവധി സ്ഥലങ്ങൾ കാണണമെന്ന മോഹവുമായി നിരവധി സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇതൊരു തുടക്കം മാത്രം. ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ ബാക്കിയുണ്ട് അല്ലേ? തീർച്ചയായും ഒരുപാട് അനുഭവങ്ങൾ പങ്കിടാനുണ്ട്. ഇത് നമ്മുടെ സ്വന്തം മലബാറിന്റെ സ്വന്തം കലാകാരനായ അനിൽ സർ. അദ്ദേഹത്തിന്റെ നല്ല വ്യത്യസ്തമായ ഗാനങ്ങളൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉണ്ടാകും. നമ്മുടെ യാത്രയുടെ പ്ലാൻ എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ നാളെ രാവിലെ ആവുമ്പോൾ ഒരു ഫുൾ ഡേ യാത്രയാണ്. നാളെ രാവിലെ ആവുമ്പോൾ ബീജാപ്പൂർ എത്തും. അവിടെ ഫ്രഷായി ബീജാപ്പൂരിലെ സ്ഥലങ്ങൾ കണ്ട് അവിടെ തന്നെ താമസിച്ച് മറ്റന്നാൾ, അതായത് 5-ാം തീയതി ഐഹോളെ, പട്ടടക്കൽ, ബദാമി തുടങ്ങിയ സ്ഥലങ്ങൾ കൂടെ കണ്ട് അന്ന് രാത്രി ഹംപിക്ക് അടുത്ത് നമുക്ക് റൂമുണ്ട്, നമ്മൾ അവിടെ താമസിക്കുന്നു. 6-ാം തീയതി ഹംപി മുഴുവനായിട്ട് കണ്ട് രാത്രി അവിടുന്ന് നാട്ടിലെത്തിയിരിക്കും. 7-ാം തീയതി രാവിലെ തിരിച്ച് നമ്മൾ കോഴിക്കോട് എത്തും. ജ്യോതിഷ് വടകര, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജാനു തമാശ എന്ന് പറയുന്ന ഒരുപാട് ക്ലിക്കായിട്ടുള്ള ആ പ്രോഗ്രാമിന്റെ ആ ക്യാരക്ടർ, ഈ ജാനുവേയും അതുപോലെ തന്നെ കേളപ്പൻ, ഈ ക്യാരക്ടറിനൊക്കെയും ആനിമേഷനിലൂടെ സൃഷ്ടിച്ചെടുത്ത എന്താണ് പറയുക, അത്രയ്ക്കും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മളൊപ്പം കൂടെയുള്ളത്. അത് മാത്രമല്ല, ടിൻറ്റുമോനെ പോലെയുള്ള മുമ്പുള്ള പരിപാടികൾ, ഇപ്പൊ മില്ലേനിയം വീഡിയോ അല്ലെ, അതിലെ ടിൻറ്റുമോൻ, അങ്ങനെയുള്ള ഏറ്റവും ഹിറ്റായിട്ടുള്ള കാർട്ടൂൺ ആനിമേഷൻ വർക്കുകളിലൊക്കെ പങ്കാളിയാണ് അദ്ദേഹം. അപ്പൊ നമ്മൾ വടകരയിൽ നിന്നാണ് യാത്ര പുനരാരംഭിച്ചു. അത് വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ അദ്ദേഹത്തിന്റെ വടകര എന്ന് പറയുമ്പോൾ എനിക്കൊരു ഗായകനുണ്ട്, എൻ്റെ വളരെ പ്രിയപ്പെട്ട അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പേരാണ് AB വത്സൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ, അന്ന് ദേവതമാർ ചൂടി തന്ന പൂ മറന്നുവോ,
ദേവദൂതുമായി വന്നൊരെന്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ടസ്വർഗമോ. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഒരു മനോഹരമായ സ്ഥലത്താണുള്ളത്. രാജ് റെസിഡൻസി എന്ന് പേരുള്ള ഒരു വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ തുടർ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. തീർച്ചയായും ആനിയാടൻ അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല അദ്ദേഹം ഒരു ഭക്ഷണപ്രിയൻ കൂടിയാണ്. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇടം. ഇവിടെ ഒരു ബുഫേ സ്റ്റൈലിലാണ് ഭക്ഷണ ക്രമീകരണം നിയന്ത്രിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വളരെ ആകർഷകമായ ടേബിളും കസേരയുമാണ് ഉള്ളത്. ഭക്ഷണമൊക്കെ നല്ല ഗ്രാൻഡ് ഫുഡാണ്. വെജിറ്റേറിയൻ കം നോൺ വെജിറ്റേറിയൻ മീനുണ്ട്, നല്ല മീൻകറി, നല്ല ചോറ്. സുനിയാടെ സോറി, താങ്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും 2 വാക്ക് പറയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ല, ഈ യാത്രയിൽ വന്നവർക്ക് ആർക്കും ഈ ഒരു ഭക്ഷണത്തിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാകും. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമവേളയിലാണ്. അപ്പോൾ സ്വപ്നേഷ് ചേട്ടാ, എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ? നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് യാത്ര നേരെ ബീജാപ്പൂരിലേക്കാണ്. നാളെ ഏകദേശം രാവിലെ 7 മണിയാകുമ്പോഴാണ് നമ്മൾ ബീജാപ്പൂർ എത്തുന്നത്. ഒരു 4 ദിവസത്തെ ട്രിപ്പ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്വപ്നേഷ് ചേട്ടനാണ്. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് ഉടനീളം കാണാൻ സാധിക്കും. നമുക്ക് നേരെ നമ്മുടെ ബസ്സിലേക്ക് കയറാം. മിസ്റ്റർ സജീവേട്ടൻ, നമ്മുടെ ഫുഡിനെ കുറിച്ചുള്ള 2 വാക്ക്. നല്ല ഫുഡായിരുന്നു. നമ്മൾ കർണാടക സംസ്ഥാനത്ത് വടക്ക് ഭാഗത്തേക്ക് കുറച്ച് ഇത്തിരി ദൂരം സഞ്ചരിച്ച ശേഷം വിശ്രമ ആവശ്യത്തിന് വേണ്ടി വാഹനം ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ടൂർ ഓൺ ടയറിന്റെ ആദ്യ ദിവസത്തെ യാത്ര ഇപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടൽ. ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ മാത്രമല്ല ഒരു മറ്റ് വളരെ നീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഇതിന്റെ കുറച്ച് അപ്പുറത്തൊക്കെ കുറച്ചുകൂടെ സൗകര്യമുള്ള ടേബിളും അതുപോലെ തന്നെ കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഓർഡർ ചെയ്തിരിക്കുന്നത് തന്തൂരി റോട്ടി, ഒരു 3 പ്ലേറ്റ് തന്തൂരി റോട്ടി, പിന്നെ ഒരു ഗോബി മഞ്ചൂരിയൻ, പിന്നെ ഒരു താലി നല്ല റൈസും എല്ലാം ഇതെല്ലായിട്ടില്ല, 2 പൂരിയും അതെല്ലാം ആയിട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ സുനിയേട്ടാ? തീർച്ചയായിട്ടും ഇതൊരു യാത്രയുടെ ഭാഗമായിട്ടുള്ളതാണ്. കാഴ്ചകളൊക്കെ നാളെയും മറ്റന്നാളും ഒക്കെയാണ് മെയിനായിട്ടുള്ള കാഴ്ചകൾ. ഇതൊരു ടെസ്റ്റ് ഡോസ് വരെ ആയിട്ടില്ല. കാണാൻ. അപ്പൊ അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണം. ഗുഡ് നൈറ്റ്.